ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെറുപയർ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാലിലാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈദപ്പൊടി എടുത്ത അതേ അളവിലാണ് പാല് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൽപ്പൊടി ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മധുരപലഹാരമാണ്. അപ്പോൾ ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പിഞ്ച് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ചെറുപയർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊരു 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം ഒരു 2-3 വിസിൽ വരെ കുക്കറിലൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ നട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആൽമണ്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 2.5 പിടി അളവിൽ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇവിടെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാവിലേക്കുള്ള പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിലേക്കും കൂടെയുള്ള ഒരു പഞ്ചസാര ആ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മധുരത്തിലാണ് പലഹാരം ഇഷ്ടമാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരല്പം ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെറുപയറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഈ ഒരു പാനിൽ നിന്ന് ഫില്ലിങ് മാറ്റിയ ശേഷം ഇതിൽ തന്നെയാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരല്പം നെയ്യ് ഈ ഒരു പാനിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി ചൂടായ ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിൽ നിന്ന് പകുതിയോളം ആദ്യം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പാനിൻ്റെ എല്ലാ വശത്തേക്കും ഒരുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഏറ്റവും കുറഞ്ഞ തീയിലാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു പഴയൊരു പാൻ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അടിയിലായിട്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഫില്ലിങ് മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാ വശത്തും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്പൂണോ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് മുകളിലേക്ക് ഇങ്ങനെ ഒരുപാട് പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ബാറ്റർ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ നമ്മൾ ചെറിയ സോസ് പാനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിലേറെ ടൈം പിടിക്കും കേട്ടോ ഇത് കുക്കായി കിട്ടാൻ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ അത് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് ആ ഒരു പാനിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി 4 മണി പലഹാരമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്